ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ വൈജ ഒരു തരത്തിലും താഴ്ന്നു കൊടുക്കാനോ ഒരു തരത്തിലും തന്റെ തീരുമാനങ്ങൾ മാറ്റാനോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വേറെ ഒരു വഴിയുമില്ലാതെ അലീന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രനോട് അലീന പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ സമ്മതമാണ്, എനിക്കിനി ഈ വീട്ടിൽ നിന്ന് പോയേ മതിയാകൂ. ഞാൻ വന്ന ഉദ്ദേശമൊക്കെ കഴിഞ്ഞു. എനിക്ക് എന്റെ അമ്മേനെ കാണാൻ പറ്റി, എന്റെ സഹോദരങ്ങളെ കാണാൻ പറ്റി, അവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റി. ഇനി എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് ബാലചന്ദ്രനോട് അലീന തുറന്ന് സമ്മതിക്കുകയാണ് കേട്ടോ. പക്ഷെ പോകാൻ ഒരിടം അലീനയ്ക്കില്ല. അങ്ങനെ അവളെ അനാഥയാക്കി പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ ബാലചന്ദ്രൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകാൻ സമ്മതം അലീന മൂളിയപ്പോ തന്നെ അലീനയെ സുരക്ഷിതമായി കൈകളിൽ ഏൽപ്പിക്കണമെന്ന് ബാലചന്ദ്രന് നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ അലീനയുടെ അക്ഷരയെ കണ്ടുപിടിച്ച് അലീനനെ ഏൽപ്പിക്കാനുള്ള നീക്കങ്ങൾ ബാലചന്ദ്രൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. അതിനുശേഷം അലീന പോകുന്ന ഒരു ദിവസത്തിന്റെ തലേ ദിവസം എന്നുള്ള കഥയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അലീന പോവാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞ് മനു അത്രയും വിഷമിച്ച് മനു തിരിച്ചെത്തുകയാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് ഇത് അറിഞ്ഞ ആ ദിവസം തന്നെ മനു അലീനയെ കാണണം, ഒരു നോക്ക് കാണണം, അലീനയോട് സംസാരിക്കണം, ആ വീട്ടിലെ എല്ലാവരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം, പറ്റുമെങ്കിൽ വൈജ ആന്റിയോട് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം, ഒന്ന് മയപ്പെടുത്താൻ നോക്കണം എന്നൊക്കെ വിചാരിച്ച മനു പുറപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ മനു കടപ്പാട്ടൂർ എത്തുന്നുണ്ട്. നെടുമുരിക്കൽ വീട്ടിലെത്തിയ മനു അകത്തളത്തിലേക്ക് കയറുന്നുണ്ട്. കയറി കോണിംഗ് ബെൽ അടിക്കുമ്പോ വാതിൽ വന്ന് തുറന്നു നിൽക്കുന്നത് കൃഷ്ണഞ്ച ആയിരിക്കും കേട്ടോ. കൃഷ്ണഞ്ച വാതിൽ തുറന്നു നിന്നപ്പോ മനുവേട്ടനോ എന്നുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ചോദ്യം മാത്രമാണ് കൃഷ്ണമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ ദിവസവും തന്നെ കാണുമ്പോ അല്ലെങ്കിൽ ഞാൻ ഇതിനു മുന്നേ വരുമ്പോ കൃഷ്ണയുടെ മുഖം ഇങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് സന്തോഷത്തോടെ മനുവേട്ടനോ എപ്പോഴാ എത്തിയത് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ചോദിച്ചിരുന്ന കൃഷ്ണയെ അല്ല മനു അന്ന് കണ്ടിരുന്നത് കേട്ടോ. അത് തന്നെ മനുവിന് സംശയങ്ങൾ ഉളവാക്കി. അപ്പൊ എല്ലാവർക്കും അലീന പോകുന്നതിലുള്ള വിഷമമാണ് എല്ലാവർക്കും എന്ന് മനു മനസ്സിലാക്കി തുടങ്ങിയിരുന്നു കേട്ടോ. മനുവേട്ട ഇരിക്കെ എന്നൊക്കെ പറഞ്ഞു കൃഷ്ണമോളും മനുവിനെ കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം അലീനയെ വിളിക്കുന്നുണ്ട്. അലീന ചേച്ചി ഇതാരാ വന്നെ നോക്ക് എന്ന് പറഞ്ഞ് റൂമിലേക്ക് അലീനയെ വിളിക്കാൻ കൃഷ്ണ പോകുന്നുണ്ട്. റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അലീന നേരെ കാണുന്നത് മനുവേട്ടനെയാണ് കേട്ടോ. മനുവേട്ടനോ, എന്താ ഇത്ര വൈകിയത് എന്ന് മാത്രമാണ് അലീന ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വരുമെന്ന് നിനക്ക് അറിയായിരുന്നു, പിന്നെ മനുവേട്ടൻ വരുമെന്ന് എനിക്ക് അറിയില്ലേ? ചോറെടുക്കട്ടെ മനുവേട്ടന് എന്ന് അലീന ചോദിക്കുമ്പോ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്താ അലീന ചേച്ചി ഇപ്പൊ സമയം എത്രയായിന്ന? 6 മണിയായി, ഇപ്പോഴാണോ ചോറ് കഴിക്കുന്നത്? എന്താ അലീന ചേച്ചിയുടെ സ്ഥലകാലബോധമൊക്കെ പോയി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അലീന പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ണാത്ത ആൾക്ക് വൈകിട്ട് ചോറ് കൊടുത്താലും അത് ഉച്ചഭക്ഷണം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. മനു ഒരു ആശ്ചര്യത്തോട് ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതൊക്കെ എനിക്കറിയാം മനുവേട്ടാ, ഞാൻ എല്ലാം ഇവിടെ ഇരുന്ന് അറിയുന്നുണ്ട്. ചോറ് വിളമ്പട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മനുവിന് ഭക്ഷണം വിളമ്പാൻ വേണ്ടി അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മനു മെല്ലെ കൃഷ്ണമ്മോളോട് പോയി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടുത്തെ അവസ്ഥ? ഭവിതി രോഹിത്തൊക്കെ എവിടെ? ഭവിതേച്ചി ആ റൂമിലുണ്ട്, രോഹിത്തേട്ടൻ മുകളിലുണ്ട്. എല്ലാവരും വിഷമത്തിലാണ് മനുവേട്ടാ. അലീനേച്ചി നാളെ പോവല്ലേ? ഏറ്റവും കൂടുതൽ വിഷമം രോഹിത്തേട്ടനാ. ഞങ്ങളെക്കാളും കൂടുതൽ അലീന ചേച്ചിയായിട്ടുള്ള ഒരു അടുപ്പം ഇപ്പൊ രോഹിത്തേട്ടനല്ലേ. അതുകൊണ്ട് തന്നെ അലീന ചേച്ചി പോകുന്നത് രോഹിത്തേട്ടന് ഒരുപാട് വിഷമാവുന്നുണ്ട്. രോഹിയേട്ടന് ഒരുപാട് വിഷമാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണച്ച കരയാൻ തുടങ്ങുമ്പോ മനു തോളിൽ തട്ടി പറയുന്നുണ്ട്, കരയേണ്ട മോളെയും, അവിടെ അത്ര ദൂരത്തേക്കൊന്നല്ലല്ലോ പോണേ, നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി കാണുകയും മിണ്ടുകയും ഒക്കെ ചെയ്യാലോ, വിഷമിക്കണ്ട. ആരായാലും ഒരു ദിവസം വന്നാ പോവന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോളെ സമാധാനിപ്പിച്ച് നേരെ മനു പോകുന്നത് ബബിതയുടെ റൂമിലേക്കാണ് കേട്ടോ. റൂമിലെ കതക് തുറന്നു നോക്കുമ്പോ ബബിത ഒരു സൈഡ് ചെരിഞ്ഞ് കട്ടിൽ കിടക്കുന്നത് കണ്ടപ്പോ ബബിത ഉറങ്ങുകയാണെന്ന് വിചാരിച്ച മനു വാതില് മെല്ലെ ചാരി പുറത്തേക്ക് വരാൻ നോക്കുമ്പോഴാണ് ബബിത പറയുന്നത്, എങ്ങോട്ടാ മനുവേട്ട, മുങ്ങാണോ ചോദിക്കുമ്പോ ഞാൻ വിചാരിച്ചു നീ ഉറങ്ങാണ് എന്ന് പറഞ്ഞ മനു തിരിച്ചു മറുപടി പറയുന്നുണ്ട്, ഉറങ്ങുന്നല്ല മനുവേട്ട, ഉറക്കൊക്കെ പോയതല്ലേ, എന്തു പറ്റി എന്ന് മനു തിരിച്ചു ചോദിക്കുമ്പോ എന്തു പറ്റാൻ, ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ മനുവേട്ടൻ വന്നത്, അല്ലാതെ ഇങ്ങനെ ഒരു സന്ദർശനം അതുണ്ടാവില്ലല്ലോ, ഇന്ന് ശനി ഞായറൊന്നും അല്ലല്ലോ, ഡ്യൂട്ടി ഉള്ള ദിവസല്ലേ.
അപ്പൊ മനു പറയുന്നുണ്ട്, ശരിയാണ്, ഞാനൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? പെട്ടെന്നോ? അമ്മ അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ മനുവേട്ടാ. പിന്നെ അലിനി ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. അമ്മ പോയിട്ട് അലിനി ചേച്ചി എങ്ങനെ ഇവിടെ നിൽക്കുക? മനസ്സ് സമ്മതിക്കണ്ടേ? എല്ലാവരുടെ നല്ലത് മാത്രമേ അലിനി ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാവേയില്ല. അമ്മ ജയിക്കട്ടെ, അലിനി ചേച്ചി തോറ്റു കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ബബിത എങ്ങനെ തുടങ്ങുമ്പോ മനു പറയുന്നുണ്ട്, ഇനി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിനക്കും വിഷമം ഉണ്ടാവൂലേ അലീന പോകുന്നത് കൊണ്ട്? എനിക്കോ? എന്നെക്കാളൊക്കെ വിഷമം കൃഷ്ണമോൾക്കും രോഹിത്തേട്ടനാ. ഞാൻ പിന്നെ കർക്കശക്കാരിയും ദേഷ്യക്കാരിയും അമ്മയുടെ തനി പകർപ്പല്ലേ, എനിക്കെന്ത് വിഷമം എന്നൊക്കെ പറഞ്ഞ് ബബിത കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. തന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വരുന്ന കണ്ണുനീരെ ബബിത തുടച്ചുകൊണ്ടിരിക്കുമ്പോ മനു അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, വിഷമിക്കേണ്ട മോളെ, നിങ്ങളുടെ മനസ്സിലൊക്കെ അലീനയ്ക്ക് ഉണ്ടായിരുന്ന സ്ഥാനം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് പറയുമ്പോ മനുവിനെ കെട്ടിപ്പിടിച്ച് ബബിത കരയുന്നുണ്ട് കേട്ടോ. എനിക്ക് പറ്റുന്നില്ല മനുവേട്ടാ, ആരോടും ഞാൻ ഈ വിഷമം കാണിച്ചിട്ടില്ല, എനിക്ക് പറ്റുന്നില്ല. അനിയൻ ചേച്ചി പോവാന്ന് പറയുമ്പോ അതൊരിക്കലും ഞങ്ങക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല, പിടിച്ചു നിർത്താനും പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മനുവേട്ടാ. അച്ഛനും പൊയ്ക്കോളാനാണ് പറയുന്നത്. അച്ഛൻ അങ്ങനെ പറയുന്ന പോലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് പറയും. മനു പറയുന്നുണ്ട്, അങ്കിളിന് മനസ്സുണ്ടായിട്ടൊന്നും ആയിരിക്കില്ല, അലീനെ നിർബന്ധിച്ചിട്ടുണ്ടാവും പോണെന്ന്. നിങ്ങളുടെ അമ്മയാണ് ഈ വീട്ടിൽ നിന്ന് മാറിക്കുന്നത്, അമ്മയുടെ അത്ര സ്ഥാനമൊന്നും ഇല്ലല്ലോ അലീനയ്ക്ക് എന്ന് വിചാരിച്ചാൽ മതി എന്ന് മനു പറഞ്ഞ് സമാധാനിപ്പിക്കും. അമ്മയെക്കാളും ഏറെ അമ്മയ്ക്കുള്ള ഉള്ളതിനേറെ സ്ഥാനം ഞങ്ങളുടെ മനസ്സിലായിരിക്കും ചേച്ചിക്കുണ്ട്. അത് അനിയ ചേച്ചിക്ക് അറിയുകയും ചെയ്യാം. അമ്മ ഞങ്ങളെ വിട്ടു പോയതെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ലേ? വിഷമിക്കണ്ട ബബി, എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും. വന്ന പോലെ അവൾക്ക് പോയല്ലേ പറ്റുള്ളൂ. ഇനി അവള് വരും. നിങ്ങളെല്ലാവരും വിട്ടുപോകാനൊന്നും അലീനയ്ക്ക് പറ്റില്ലല്ലോ. നിങ്ങളെല്ലാവരുമായിട്ട് അവള് അത്രയും നല്ല ബോണ്ടല്ലേ, അവൾക്ക് അങ്ങനെ പോവാൻ പറ്റില്ല. പറയല്ല, നീ അല്ലേ കൃഷ്ണമോൾക്കൊക്കെ ധൈര്യം കൊടുക്കേണ്ടതും അവളെ സമാധാനിപ്പിക്കേണ്ടതും. അപ്പൊ നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയാലോ? ഇല്ല മനുവേട്ടാ, കണ്ണുകൂടെ തുടച്ചുകൊണ്ടും ബബിത പറയുന്നുണ്ട് സർ. ഇല്ല മനുവേട്ടാ, ഞാൻ കരയല്ല. പക്ഷേ മനുവേട്ടന്റെ മുന്നിൽ മാത്രം ഞാനിപ്പോ കരഞ്ഞത്. എന്റെ മനസ്സിലുള്ള സ്നേഹമൊന്നും അനിയൻ ചേച്ചി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് വെറുത്ത് ഞാനിപ്പോ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അനിയൻ ചേച്ചി. ആ വിഷമാണ്. പോയാലും അലിയൻ ചേച്ചി പോയ വേഗത്തിൽ തിരിച്ചു വരും. ഞങ്ങളെ കാണാതെ അലിയൻ ചേച്ചിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ ബബിതയും സമാധാനിക്കുന്നുണ്ട് കേട്ടോ. ബബിതയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ മനു ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മനു ഇറങ്ങി വന്നപ്പോഴേക്കും അതിന്റെ ഭക്ഷണങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കുറെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്താഴം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അത്താഴം കുറച്ച് വൈകി കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല മനുവേട്ടാ എന്ന് പറയുമ്പോ, അതിന് ഞാൻ ഇവിടെ നിൽക്കുന്നു നിങ്ങളോട് ആരാ പറഞ്ഞത്? അതൊക്കെ എനിക്കറിയാം. പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ടാണ് മനുവേട്ടൻ വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ ഇത് കഴിക്കും, അത്താഴം നമുക്ക് കുറച്ച് വൈകി കഴിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ വരുന്നു നിനക്ക് അറിയായിരുന്നു ഇല്ലേ പറയുമ്പോൾ, എനിക്കറിയായിരുന്നു, മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് വരുമെന്ന്. ഓ, എന്നെ കാണണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ? എന്നോടൊന്ന് സംസാരിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു, ഈ വരവ് പ്രതീക്ഷിച്ചിരിക്കായിരുന്നു എന്നൊക്കെ എന്തെങ്കിലും ഇവൾക്ക് പറഞ്ഞൂടെ എന്നൊക്കെ മനസ്സിൽ മനു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇനി അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അലീന എന്നെ മറക്കുവോ? പുതിയ സാഹചര്യങ്ങളും പുതിയ ആൾക്കാരും അവരുമായി ചേരുമ്പോ അലീന എന്നെ ഓർക്കുപോലും ചെയ്യില്ലേ എന്നുള്ളൊരു പേടിയൊക്കെ മനുവിന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അലീനയെ ഒരു നോക്ക് കാണാൻ മനു ഇത്രയും ധൃതി പിടിച്ച് കടപ്പാട്ടൂരിലേക്ക് എത്തിയത്. പക്ഷെ തന്നെ കാണണമെന്നൊരു ആഗ്രഹം അലീനയ്ക്ക് ഉണ്ട് എന്ന് മനുവിന് സംശയമായിരുന്നു കേട്ടോ. അവളൊന്നും തുറന്നു പറയുന്നില്ല എന്നത് മനുവിനെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മനുവേട്ടന് ഇനി ഒരു പ്രതീക്ഷ നൽകിയിട്ട് വിഷമിപ്പിക്കണ്ട എന്നാണ് അലീനയുടെ മനസ്സിലുണ്ടാവുക കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതിനേക്കാളും ഒരു മൂകതയായിരുന്നു കേട്ടോ കളപ്പാട്ടൂര് വീട്ടിൽ ഉണ്ടാവുക. എല്ലാവരും ഒരുപോലെ വിഷമത്തിലായിരിക്കും കേട്ടോ. എല്ലാവരും ഓരോ റൂമിലായിട്ട് ചുരുണ്ടുകൂടി കിടക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ തന്നെ മനുവിന് ആ വീട്ടിൽ നിൽക്കുന്നതിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മനു രോഹിത്തിനെ കാണാൻ വേണ്ടി രോഹിത്തിന്റെ മുറിയിലേക്ക് പോകുമ്പോൾ രോഹിത്തും അവിടെ ബെഡിന് ചെരിഞ്ഞു കിടക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അവൻ ലാപ്ടോപ്പ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ലാപ്ടോപ്പില് അലീനയുടെ
ഒരു ചിത്രം ഉണ്ടായിരിക്കും കേട്ടോ, അലീന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം. അതിന്റെ അടുത്ത് ഒരു പെൻ ഡ്രൈവും ഉണ്ടായിരിക്കും. അപ്പൊ മനു കുറച്ചു നേരം അലീനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഫോട്ടോയിലേക്ക്. മനുവിന് ആ ഫോട്ടോയിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അപ്പോഴേക്കും രോഹിത് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. മനുവേട്ടനോ? അല്ല, ഈ ഫോട്ടോ എവിടുന്നാടാ എന്ന് രോഹിത്തിനോട് കുശലം ചോദിക്കുന്നത് പോലെ മനു ചോദിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ അന്ന് എറണാകുളത്ത് പോയപ്പോ എടുത്തതാണ്. ഇത് മാത്രല്ല, ഇതുപോലെ കുറെ ഫോട്ടോസ് ഉണ്ട് എന്ന് പറയുമ്പോ മനു പറയുന്നുണ്ട്, ഇത് എനിക്കൊന്ന് കോപ്പി ചെയ്ത് തരണം എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, ഇതാ അലീന ചേച്ചിക്ക് ഫോട്ടോസ് ഒക്കെ കോപ്പി ചെയ്ത് കൊടുക്കായിരുന്നു. മനുവേട്ടനും തരാം ഒരു കോപ്പി എന്ന് പറയുന്നുണ്ട്. ആ, അതല്ല മനുവേട്ടൻ എപ്പോഴാ വന്നത് എന്ന് രോഹിത് ചോദിക്കുമ്പോ, ഞാൻ കുറച്ചേരായി വന്നിട്ട്. എന്താ ഒരു വിഷമം? എന്ത് വിഷമം? വിഷമിക്കാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവല്ലേ മനുവേട്ട. ഒരുപാട് സന്തോഷിച്ചു, ഒരുപാട് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയതായിരുന്നു. പക്ഷെ വീണ്ടും പഴയതുപോലെ ആവാൻ പോവാണ്. അലീന ചേച്ചി ഞങ്ങളെ വിട്ടു പോവല്ലേ, അതിന്റെ ഒരു വിഷമം. ഞങ്ങളൊന്ന് ഒരുപാട് അടുത്തു പോയതായിരുന്നു. ഇനിയൊക്കെ പഴയതുപോലെയല്ലേ. എന്താ ഒക്കെ പഴയതുപോലെ ആവണ്ടേ? പഴയതുപോലെ ആവണ്ട മനുവേട്ട. അലീന ചേച്ചി ഉണ്ടെങ്കിൽ ഈ വീട്ടിലൊരു സന്തോഷവും സമാധാനം ഒക്കെ ഉള്ളൂ. അലീനേച്ചി പോയി കഴിഞ്ഞാൽ ഒക്കെ പോകും. പഴയ പോലെ ആയിരിക്കും. ഓരോരുത്തരും ഓരോ മുറിയിൽ അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി. ഇതിനു മുന്നേ ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മനുവേട്ടന് അറിയാലോ. ഞങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്നുള്ളൂ. അങ്ങോട്ട് പരസ്പരം ആരും മിണ്ടി സംസാരിക്കുക ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷെ അലീന ചേച്ചി വന്നതിന് ശേഷം ഇപ്പൊ ഞങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങളൊക്കെ അലീന ചേച്ചി കാരണല്ലേ. ഞാൻ തന്നെ എങ്ങനെയായിരുന്നു? എന്റെ ഈ മാറ്റത്തിന് കാരണം അലീനേച്ചിയല്ലേ. ഞങ്ങളെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കും, തമാശകൾ പറയും. അതൊക്കെ ഇനി എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല മനുവേട്ട എന്ന് പറഞ്ഞ് രോഹിത്തും കരയാൻ തുടങ്ങാൻ കേട്ടോ. അപ്പൊ രോഹിത്തിന്റെ തോളത്ത് കെട്ടി മനു ആശ്വസിപ്പിക്കുന്നുണ്ട്. കരയണ്ടട മോനെ, അലീനയ്ക്ക് പോയല്ലേ പറ്റൂ. അവള് കാരണം ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇനിയും അവളെ അത് എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാകും. ഒരു വീട്ടില് വന്നു കയറിയ വീട്ടില് താൻ കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഏതാൾക്കാടെ സഹിക്കാം. അങ്ങനെ വിചാരിച്ചാ മതി. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് ചെയ്തിട്ടല്ലേ അവള് പോകുന്നത്. ഇനി അവളെ ഓർത്ത് നിങ്ങൾക്ക് തെറ്റൊന്നും ചെയ്യാൻ തോന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനു സമാധാനിപ്പിക്കുമ്പോ രോഹി പറയുന്നുണ്ട്, ശരിയാ മനുവേട്ട, അലീന ചേച്ചി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊരു ബലമായിരുന്നു. ഞങ്ങക്ക് തെറ്റൊന്നും ചെയ്യാൻ തോന്നില്ല, വീട്ടിൽ വെറുതെ ഇരിക്കാൻ തോന്നില്ല, എല്ലാവരോടും സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ട് സംസാരിക്കാനേ തോന്നൂ. അതൊക്കെ അലീന ചേച്ചി ഉള്ളതുകൊണ്ടാ. പക്ഷെ അലീന ചേച്ചിക്ക് പകരം അമ്മ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ തിരിച്ചായിരിക്കും. പക്ഷെ അമ്മയ്ക്ക് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല മനുവേട്ട. അലീന ചേച്ചി എത്ര നല്ലതാ. എല്ലാവർക്കും നല്ലതേ ചെയ്യുള്ളൂ. എല്ലാവർക്കും അലീന ചേച്ചിനെ ഇഷ്ടം. അമ്മയ്ക്ക് ഒരാൾക്ക് മാത്രം ഇഷ്ടമല്ല. അമ്മയുടെ ഒറ്റൊരാളുടെ വാശിപ്പുറത്തല്ലേ ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്. അമ്മ എന്തിനായിരുന്നു എല്ലാവരും വിഷമിപ്പിക്കുന്നത്? അമ്മയ്ക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഏയ്, നിന്റെ അമ്മയ്ക്ക് അതൊന്നും പറഞ്ഞിട്ടില്ലടാ. ആന്റിക്ക് ഒന്നിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആന്റീനെ എല്ലാവരും അനുസരിക്കണം. ആന്റി പറയുന്നത് നടക്കണം. ആന്റിയുടെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത് അത് അതുപോലെ നടക്കണം. അത്ര ആന്റിക്കുള്ളൂ. ആന്റിയുടെ കാര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ അലീന അങ്ങനെയല്ല. അലീന എല്ലാവരുടെ കാര്യം നോക്കുന്നുണ്ട്. തന്റെ കാര്യം, അവളുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരുടെ കാര്യത്തിലും അവൾക്ക് ശ്രദ്ധയുണ്ട്. ആരും അവള് കാരണം വിഷമിക്കുന്നത് അലീനയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ ഈ പടിയിറക്കം കൂടി. ഇനി വിഷമിക്കണ്ടടാ, അവൾ അത്ര ദൂരത്തേക്കൊന്നും അല്ല പോണത്. നമുക്ക് കാണണം തോന്നിയാൽ നമുക്ക് പോയി കാണാം. മിണ്ടണം തോന്നിയാ ഫോൺ വിളിച്ച് മിണ്ടാലോ. എല്ലാം എല്ലാം സാധ്യമാവുന്ന ദൂരത്തേക്കല്ല അവള് പോകുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? നിങ്ങളെല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ അലീനയ്ക്കും അത് വിഷമല്ലേ. നിങ്ങൾ അവളെ സ്നേഹിക്കുന്നതിന്റെ ഒരു 10 ഇരട്ടി അവള് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവളെ സന്തോഷത്തോടെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ചുമതല. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് മനുവേട്ട, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല മനുവേട്ട. ഒക്കെ പറ്റും. നീ ഇത്രയും നന്നായില്ലേ, അത് അലീന കാരണല്ലേ. അപ്പൊ അലീനയ്ക്ക് നല്ലൊരു സഹോദരനായി നിനക്ക് ഇനിയും നിൽക്കാൻ പറ്റും. അത് അവളെ എത്ര ദൂരത്ത് പോയാലും നീ അവളെ മറക്കൊന്നുമില്ലല്ലോ. ഏയ്, അലീനേച്ചി എന്റെ സ്വന്തം ചേച്ചിയല്ലേ, ഞാൻ എങ്ങനെ മറക്കാം എന്നൊക്കെ രോഹിത്തും പറയുന്നുണ്ട് കേട്ടോ. അതെ, എന്നാ നീ നിന്റെ പണി നോക്കിക്കോ. ഞാൻ ബാലചന്ദ്രൻ അങ്കിളെ ഒന്ന് കാണട്ടെ പറയുമ്പോ, അച്ഛൻ വന്നോ അതിന്? വരാറായല്ലോ, നോക്കട്ടെ, നീ കിടന്നോ എന്ന് പറഞ്ഞിട്ടും മനു ഇറങ്ങി പോകുന്നുണ്ടല്ലോ. മനു കോണിപ്പടികൾ ഇറങ്ങുമ്പോഴാണ് ബാലചന്ദ്രൻ കടയിൽ നിന്ന് തിരിച്ചെത്തുന്നത് കേട്ടോ. അപ്പൊ തന്നെ അങ്കിള് നേരത്തെ വന്നോ എന്ന് മനു ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ?
നേരത്തെ ഒന്നും അല്ലടാ, നേരത്തെ ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. ഗോവർദ്ധനെ കടയില് നിർത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ നീ പതിവില്ലാതെയോ? പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. അതെന്താടാ അങ്ങനെ ഒരു പറച്ചിൽ? പിന്നെ എല്ലാരും കൂടി ഒരു പാവത്തിന് നാളെ നാട് കടത്തല്ലേ. അപ്പൊ അതിനു മുന്നേ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാണ്. ഓ, അതാണോ? പാവം. അത്ര പാവൊന്നുമല്ല. പിന്നെ ഇത് ഈ വീട്ടിലെ വേലക്കാരിയല്ലേ. ഈ വേലക്കാരിനെ വീട്ടിലെടുക്കുകയോ പിരിച്ചുവിടുകയോ ഒക്കെ ചെയ്യുമല്ലോ. അതിന് നിനക്കെന്താ പ്രശ്നം? ഓ, അങ്ങനെയാണോ അങ്കിളെ? കുറച്ച് കടുപ്പത്തോടെ മനു പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞു വിടാൻ പോകുന്ന ആള് വെറും ഒരു വേലക്കാരി അല്ലെങ്കിലോ? എന്റെ ബന്ധുക്കാരിയും കൂടിയാണ് അവള്. അപ്പൊ അവളുടെ കാര്യത്തിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയും, ഉത്തരവാദിത്വമൊക്കെ ഉണ്ടല്ലോ. നിന്റെ ബന്ധുക്കാരിയോ? എങ്ങനെ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവൾ എന്ന് മനു പറയുമ്പോ മനുവിന്റെ വാക്കിലെ ആ ദൃഢനിശ്ചയവും ആ ധൈര്യവും ആ സാമർത്ഥ്യവും ഒക്കെ ബാലചന്ദ്രനെ തന്നെ ആകെ വിസ്മയിപ്പിക്കുന്നുണ്ട് കേട്ടോ. നീ കെട്ടാൻ പോണ പെണ്ണോ? അതെ, അത് ഞാൻ എന്നോ അങ്കിളിനോട് പറഞ്ഞ കാര്യല്ലേ. അങ്കിള് സമ്മതിച്ചതല്ലേ. ഞാൻ സമ്മതിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾ എന്റെ ആരും അല്ലല്ലോ ഞാൻ സമ്മതിക്കാൻ. എന്റെ വീട്ടിലൊരു വേലക്കാരി മാത്രമായിരുന്നു അവള്. അവൾക്ക് വേറെ കുടുംബമുണ്ട്, വേറെ അച്ഛനുണ്ട്, വേറെ അമ്മയുണ്ട്, വേറെ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ സമ്മതിക്കണ്ടേ? നീ മാത്രം സമ്മതിച്ചാ പോരല്ലോ. വേറെ അച്ഛനും സഹോദരങ്ങളോ? അതെ. ഇനി അവൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല മനു. അവൾ പോകുന്നത് അവളുടെ അച്ഛന്റെ അടുത്തേക്കാണ്, അവളുടെ സഹോദരങ്ങളുടെ അടുത്തേക്കാണ്. ഇനി ഒരു തിരിച്ചു വരവ് നീ പ്രതീക്ഷിക്കണ്ട. നിന്നെ തന്നെ ചിലപ്പോ അവള് മറന്നേന്ന് വരാം. പുതിയ സാഹചര്യങ്ങളും പുതിയ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ, പുതിയ ആൾക്കാരും അവളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൾക്ക് അതനുസരിച്ചല്ലേ പറ്റുള്ളൂ. അവൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ. നിനക്കൊരു വാക്കും ഉറപ്പൊന്നും തരാൻ എനിക്ക് പറ്റില്ല. കാരണം എന്റെ കൈവിട്ട് അവള് പോയി കഴിഞ്ഞു. ഞാൻ അവളുടെ വളർത്തിച്ചു മാത്രല്ലേ. സ്വന്തം അച്ഛൻ വേറെ അല്ലേ. അയാളല്ലേ എല്ലാം തീരുമാനിക്കേണ്ടത് എന്നും ബാലചന്ദ്രന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു കേട്ടോ. അത് മനുവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല കേട്ടോ. അപ്പോ അയാളുടെ അടുത്തേക്കാണോ അവള് പോകുന്നത്? എന്തിനാ അങ്കിളെ അലീനേനെ ഞങ്ങളുടെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത് അയാള് എന്ന് മനു ചോദിക്കുമ്പോ, അതൊക്കെ നടക്കേണ്ട കാര്യല്ലേ. അങ്ങനെ ഒരു അനാഥയായിട്ട് ഈ വീട്ടിൽ നിന്ന് അവളെ അടിച്ചിറക്കാൻ എനിക്ക് പറ്റില്ല. ഞാനാണ് അയാളെ കണ്ടുപിടിച്ചത്. ഞാനാണ് അവളെ കൊണ്ടാക്കുന്നതും. സുരക്ഷിതായ കൈകളിൽ എനിക്ക് അവളെ ഏൽപ്പിക്കണം. ഞാൻ പൊന്നു പോലെ നോക്കിയതല്ലേ എന്റെ മകളെ പോലെ. അതേപോലെ നോക്കുന്ന ഒരാളെ തന്നെ അവളെ ഏൽപ്പിക്കണം. അതിന് അവളുടെ അച്ഛൻ തന്നെയല്ലേ ഉള്ളത്. അയാൾ അറിയണം ഇങ്ങനെ ഒരു മകളുണ്ടെന്ന്. മകളാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് നാളെ അലീനയെ അയാളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പോകുന്നത്. അവൾ അവിടെ സുരക്ഷിതയായിരിക്കും, സന്തോഷവതിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് ബാലചന്ദ്രൻ കയറി പോകുന്നുണ്ട് കേട്ടോ. മനുവിന് ഒരു എത്തും കൂടിയും കിട്ടുന്നില്ല കേട്ടോ. ഇനി അപ്പൊ അലീന തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ? എനിക്ക് അലീനെ കാണാൻ പറ്റില്ലേ? അലീനെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ എന്നുള്ള ചിന്തകളായിരിക്കും കേട്ടോ മനുവിന്റെ മനസ്സ് മുഴുവൻ. പിറ്റേ ദിവസം രാവിലെ തന്നെ ബാലചന്ദ്രൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീനേനെയും കൊണ്ട് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. സ്റ്റാൻലിനെ ഏൽപ്പിക്കാനാണ് അലീനനെ കൊണ്ടുപോകുന്നത്. എല്ലാവരും മനസ്സിലൊരു നീറ്റിലായിട്ടായിട്ടോ അലീനയെ യാത്രയാക്കാനിരിക്കുന്നത്. കാരണം അത്രയും എല്ലാവരും പോയി, അവള് അത്രയും സ്നേഹത്തിലായിരുന്നു. എല്ലാവരെയും കയ്യിലെടുക്കാൻ അലീനയ്ക്ക് കഴിഞ്ഞിരുന്നു. അവളുടെ സ്നേഹം കൊണ്ടും അവളുടെ ആത്മാർത്ഥത കൊണ്ടും അവളുടെ നന്മകൾ കൊണ്ടും എല്ലാവരെയും അവള് കയ്യിലെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയുടെ വിട പറച്ചില് ആ 3 മക്കൾക്കും ഒരുപോലെ വിഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ മനുവിനും. ഇതെല്ലാം ഇതേ അലീനയുടെ പടിയിറക്കം കൊണ്ട് സന്തോഷിക്കുന്ന ഒരേ ഒരാള് വൈജു മാത്രമായിരിക്കും കേട്ടോ. വൈജു തന്റെ മകളാണ് അലീന എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിന് മുന്നേ തന്നെ അലീന സ്റ്റാൻലിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒരിക്കലും അലീനയെ തന്റെ മകളായിട്ട് സ്നേഹിക്കാൻ വൈജുക്ക് കഴിയില്ല കേട്ടോ. ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. താങ്ക്